2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. കിഴക്കമ്പലം പഞ്ചായത്തിലെ 2020യുടെ വോട്ട് കൊള്ളയ്ക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് കിഴക്കമ്പലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിലും സായാഹ്ന ധർണയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കിഴക്കമ്പലം മണ്ഡലം പ്രസിഡന്റ് സജി പോൾ അധ്യക്ഷത വഹിച്ചു. KPCC മൈനോറിറ്റി സെൽ ചെയർമാൻ TM സക്കീർ ഹുസൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന വോട്ട് ചോരിയുടെ വിഷയം ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുക. ലോകത്തിന് സമാനതകളില്ലാത്ത ജനാധിപത്യത്തിന്റെ ശ്വാസം അത് ഇന്ത്യയുടെ സ്വതന്ത്ര സമര കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മൂല്യം സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി ഈ സ്വാതന്ത്ര്യം ഇന്ത്യ ലഭിക്കുമ്പോൾ മഹാനായ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ്ജിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും പട്ടേൽജിയും മൗലാന അബ്ദുൽ കലാം ആസാദും ഒക്കെ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോ സശക്തമായ ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അതിനെ കമ്മിറ്റി രൂപീകരിക്കുകയും വർഷങ്ങളോളം അതിന്റെ ഓരോ ഘടകം പൂരകമായി എടുത്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട് എങ്ങനെയാണ് ഇന്ത്യ, എന്താണ് ഇന്ത്യ, എന്താവണം ഇന്ത്യ, എന്താണ് ഇന്ത്യ എന്നുള്ള വലിയ കാഴ്ചപ്പാടുകൂടി അത് ഏറ്റെടുത്ത് ആ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയർത്തിപ്പിടിച്ച ഒന്നാണ് ജനാധിപത്യം. ഇവിടെ പത്രക്കാരുണ്ട്, പത്രക്കാരുടെ കാര്യം തന്നെ അറിയാം. സ്വാഭാവികമായും പണ്ഡിറ്റ്ജിയാണ് പ്രധാനമന്ത്രിയാകുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാവൽ മന്ത്രിസഭയിലും അദ്ദേഹം തന്നെയായിരുന്നു. ആ പണ്ഡിറ്റ്ജിയാണ് ഏറ്റവും കൂടുതൽ പത്രസ്വാതന്ത്ര്യം നൽകണമെന്ന് ദീർഘ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പത്രസ്വാതന്ത്ര്യം അനുവദിച്ചില്ലെങ്കിൽ ഭരണാധികാരികൾ ഏകാധിപതികളാകും എന്ന കാഴ്ചപ്പാടോട് ശക്തമായി പണ്ഡിറ്റ്ജി ആ പത്രസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ രാജ്യം വിഭജിക്കപ്പെടുമ്പോ രണ്ട് രാഷ്ട്രങ്ങളായി ഇത് വിഭജിക്കപ്പെട്ട് ഒന്ന് മതരാഷ്ട്രമായും ഒന്ന് മതേതര രാഷ്ട്രമായും പ്രഖ്യാപിക്കുമ്പോ ലോക സമസ്തോ സുഖനോ ഭവന്തു എന്ന് കാക്ഷിക്കുന്ന ലോകത്തിന് സമാനതകളില്ലാത്ത സംസ്കാരത്തിന്റെ ഭാഗമായ വർഗീയവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോഴും മഹാനായ മഹാത്മാഗാന്ധി, രാഷ്ട്രത്തിന്റെ പിതാവ്, പ്രഖ്യാപിച്ചത്, ആഗ്രഹിച്ചത്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ഏറ്റെടുത്തത് ഇത് മതേതര രാഷ്ട്രമാകണം എന്നുള്ളതാണ്. DCC സെക്രട്ടറി MB രാജൻ, ഏലിയാസ് കാരിപ്ര, റഷീദ് കാച്ചാങ്കുഴി, ബാബു സെയ്താലി, ചാക്കോ P മാണി, ജോളി മേലേത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ അസ്മ അലിയാർ, യൂനുസ്, മിദീൻ, അനീഷ് കുര്യാക്കോസ്, NM മുഹമ്മദ്, ജോളി ബേബി, MA വർഗീസ്, നവാസ്, NV മാത്തുക്കുട്ടി, MD എൽദോ, അജാസ് മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കിഴക്കമ്പലം.